Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ നല്ലൊരു നാടൻ പലഹാരമായ വെട്ട് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മൈദ, മുട്ട, പഞ്ചസാര, ഗീ ഇവയൊക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇവ ബേക്ക് ചെയ്തിട്ടല്ല, ഫ്രൈഡ് ആയിട്ടാണ് ഈ വെട്ട് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് മൈദ, 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, 2 ടേബിൾ സ്പൂൺ ഗീ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്. ഇവയൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ മൈദ വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്, അതായത് ഒരു നുള്ളു ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽട്ടായി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നവരെ ഇതൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. ഇതെവിടെ ഞാൻ മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈവച്ചതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വേണം ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും ഇതിലെ വെള്ളത്തിൻ്റെ അളവ്. അതായത് പിന്നെ ചെറിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ 2 കപ്പ് മൈദയിൽ നിന്ന് ഒരു 1/4 കപ്പ് മൈദ അവിടെ മാറ്റി വെച്ചിട്ട് വേണം കുഴക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 മുട്ടയാണ്. അത് ഈ 2 കപ്പ് പൊടിക്ക് കറക്റ്റായിട്ടുള്ള ഒരളവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മൈദയൊന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമുക്ക് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. പിന്നെ കുഴക്കുമ്പോൾ അങ്ങനെ കയ്യിലേക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതൊന്ന് കുഴക്കണം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കിയിട്ടിട്ട് ഇത് എടുക്കണം. ഇവിടെ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂറോളം ഇത് മൂടി വെക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നന്നായിട്ടൊന്ന് പിന്നെ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിലോ, ഞാനിവിടെ ഒരു സിലിക്കോണിൻ്റെ മാറ്റാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കിട്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ. ഇതിനെ ഞാൻ 2 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു പീസ് അങ്ങ് മാറ്റി വെച്ച് ഒന്ന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് തിന്നായിട്ട് റോളാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിലായി കിട്ടും. ഇനി ഇതിൻ്റെ 2 സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനിപ്പം അവിടെ ബാക്കിയുള്ളതിൻ്റെ കൂടെ റോൾ ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് ഈക്വലായിട്ടുള്ള കുറച്ച് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അധികം പണിയൊന്നുമില്ല. കണ്ടില്ലേ, നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഇനി ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് മുന്നേ നമുക്കിതിലേക്ക് വെട്ട് കേക്കാണല്ലോ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെട്ടിട്ട് കൊടുക്കണം. അതായത് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ചെറിയൊരു മുറിവിട്ട് കൊടുക്കണം. ഇതുപോലെയാണ് വെട്ടിട്ട് കൊടുക്കേണ്ടത്. മാവിൻ്റെ ഒരു 1/4 ഭാഗത്തോളാണ് നമ്മളിങ്ങനെ മുറിവിട്ട് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള പീസിനൊക്കെ ഇങ്ങനെ മുറിവിട്ട് കൊടുക്കാം.
നമ്മൾ ആദ്യം റോൾ ചെയ്ത മാവൊക്കെ ഇങ്ങനെ വെട്ട് കേക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി മാവ് എടുത്ത് ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവയ്ക്ക് വെട്ട് കേക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ശരിക്കും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ഗീ യൂസ് ചെയ്തിരുന്നല്ലോ മാവിലേക്ക്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറായിട്ട് ഉള്ളിൽ വേവാതെ വരും. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു പൂവിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ വെട്ട് കൊടുത്ത ഭാഗമൊക്കെ ഒന്നുകൂടി അങ്ങ് വിടർന്ന് വന്ന് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന് പൂ കേക്ക് എന്നും പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഞങ്ങളവിടെയൊക്കെ കേക്ക് എന്ന് മാത്രമേ പറയാറുള്ളൂ. ചില സ്ഥലങ്ങളിൽ വെട്ട് കേക്ക്, പൂ കേക്ക്, അങ്ങനെയൊക്കെ പല പേരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും നമ്മുടെ ഈ നാടൻ പലഹാരമായ വെട്ട് കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.